ദൈവരാജ്യ ദൗത്യവുമായി ഭൂമിയിലേക്ക് അയച്ച ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രൻ യേശുവിന് നൽകിയതിലൂടെ ഞങ്ങൾക്ക് സകല നന്മകളും അനുഗ്രഹങ്ങളും നൽകിയതിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടുകൂടി സ്തുതിച്ച് മഹിമപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ലഭ്യമായ ഭാഗ്യകരവും സന്തോഷകരമായ ഈ പദവിയിൽ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളിതാ ഒരുമിച്ച് നിന്റെ ആലയത്തിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് പൊറുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹൃദയവിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ നിന്റെ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ നീ തുണയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ സ്വർഗീയമായ സാന്നിധ്യം കൊണ്ട് ആലയത്തെയും ആരാധനകളെയും നിറയ്ക്കണമേ. ആരാധന സംബന്ധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ ക്ഷേമത്തോടെ കരുതണമേ. ഭവനങ്ങളൊക്കെയും നിന്റെ സ്വർഗീയമായ സാന്നിധ്യവും കരുതലും കാവലും ഉണ്ടാകണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങളെ കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവമേ, ഈ ശുശ്രൂഷകളൊക്കെയും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ശുശ്രൂഷയുടെ ആദിയോടൊന്നും ഏറ്റവും സമർപ്പണത്തോടെ ഒരുക്കത്തോടുകൂടി ഇതിൽ പങ്കുചേരുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ. പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെ സമ്പൂർണമായി ഭരമേൽപ്പിക്കുന്നു. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 26-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. ജ്ഞാനകീർത്തനം 26. എന്നെ വീണ്ട രക്ഷകന്റെ സ്നേഹം ആർക്കുരയ്ക്കാം.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. സ്തുതിത്താനിയിൽ ഒന്നാമത്തെ ഭാഗം നമുക്ക് ഉപയോഗിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമ്മെ സമ്പൂർണമായി അറിയുന്ന ഒരു ദൈവം, പാപം ഒഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവിന് മുൻപാകെ നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് ഓർത്ത് അനുദപിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ അതിനു വേണ്ടി വണക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കും. സത്യം നമ്മളില്ലാതെയാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകും.
ആ കാരുണ്യവാനായ ദൈവത്തിന്റെ മുൻപാകെ സകല ഹൃദയങ്ങൾ അറിയുന്നവന്റെ സന്നിധി നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് മൗനമായി നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. അനുതാപ മനസ്സോടെ നാലാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് തിരുമുൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിൽ ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യാജീവങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണവുമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ച് വിടണമേ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി ഹൃദയങ്ങളിൽ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ, കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള തിരുവചന വേദപാഠ ഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാവുന്നതാണ്. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. Hear the word of God as it is written in the book of Isaiah, chapter 55, verses 1 to 6. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വില കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ചെവി ചായച്ച് എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്നൊരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഇവിടെ ഒന്നാം വേദപാഠം വായിച്ചവസാനിക്കുന്നു. ഇന്നത്തേക്ക് വായിക്കേണ്ടുന്ന സങ്കീർത്തന വേദഭാഗം 146. 146 സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു.
യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനെ, നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ യഹോവയെ സ്തുതിപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34 മുതൽ 43 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ്യദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ പാഠഭാഗം മത്തായി എഴുതിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള തിരുവചനം. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ 25 വരെ. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. പിന്നെ യേശു ഗലീലയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദൈവത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ സ്തുതി സിറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദിനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പൊലി, യെരൂശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നിടങ്ങളിൽ നിന്നും വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഇവിടെ സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിനായി ദൈവത്തിന്റെ വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നിന്നീടിൻ യേശുവിനായി ക്രിസ്തീയ സേനകളെ ആരംഭിക്കുന്ന 270-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം.
കീർത്തനം 270. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ദൈവത്തിന്റെ ആലോചനകൾക്ക് കാതുകൾ തുറന്ന ഹൃദയങ്ങൾ ഒരുക്കി നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്ന മുഖാന്തരമാണല്ലോ. ഞങ്ങളെ നിന്റെ കൃപയിൽ നിന്നും നിലനിർത്തണം. നാഥന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നസറായനായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ, ഈ പ്രത്യേക നാളുകളിൽ നിങ്ങളെ മുഖാമുഖം കാണാനുള്ള അവസരം ഇനിയും ലഭ്യമായിട്ടില്ല. എങ്കിലും ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം സഹായിക്കുന്നവർക്ക് കർത്താവിനെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഭവനങ്ങളിലായിരുന്ന് ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രയാസകാലങ്ങളൊക്കെ മാറി ഒരു ശുഭദിനം ആഗതമായി തീരുവാൻ നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊന്നും വെറുതെയാകില്ല. നമ്മുടെ കാത്തിരിപ്പുകളൊന്നും വെറുതെയായി പോകില്ല. നമ്മൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതൊന്നും നഷ്ടമായി പോകരുത്. ദൈവം കൃത്യമായ സമയത്ത് ഇടപെടുകയും നമുക്ക് വിടുതൽ നൽകുകയും ചെയ്യുന്ന ഒരു ദൈവം. ആലയമില്ലെങ്കിലും ആരാധനയ്ക്ക് വരാനുള്ള സാഹചര്യമില്ലെങ്കിലും ദൈവമക്കൾ ദൈവത്തെ അന്വേഷിക്കുമോ എന്ന
ദൈവം നമ്മൾ പരിശോധിക്കുക, ഒരു പക്ഷേ പരിശോധിക്കാകാം. അപ്പോഴും തോറ്റുപോകാതെ ആലയത്തിൽ വരാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുമെന്നുള്ള ഒരു വലിയ ആത്മീയ ബോധ്യം നമുക്ക് നൽകുവാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ ശുശ്രൂഷ തന്നെയാണ്. ദൈവാലയത്തിൽ വരാൻ പറ്റാതിരിക്കുന്ന എല്ലാ പേരും നന്ദിയോടുകൂടി എല്ലാവരും ഓർക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. എല്ലാവരും കർത്താവിന്റെ കൃപ ധാരാളമായി പകരട്ടെ. നാം ജീവിക്കുന്നത് ഇതുവരെ നേരിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയുടെ നാളുകൾ. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല നമ്മൾ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിൽ സംഭവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടുന്നത് ചരിത്രത്തിൽ എന്ത് സംഭവിച്ചാലും അതിലൊക്കെ ദൈവത്തിനൊരു ഹിതമുണ്ടാകും, ദൈവത്തിനൊരു നടത്തിപ്പുണ്ടാവില്ല. കാരണം ദൈവത്തിൻ്റെതല്ലേ ഈ ഭൂമിയും ജീവജാലങ്ങളും ഒക്കെ ദൈവത്തിന്റെ വകയാകയാൽ ദൈവം അതിനെയൊക്കെ നിയന്ത്രിക്കും. ദൈവം പരമാധികാരിയാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രയോഗം എങ്ങനെയാണ്? എന്താണ് the sovereignty of God? That means the God is in control. ദൈവം ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് എന്റെ സവിശേഷത. ഈ പ്രയാസങ്ങളുടെ മധ്യത്തിലും ദൈവമുണ്ട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രശ്നങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഓടിപ്പോകുന്ന ദൈവത്തെ കുറിച്ച് നമ്മൾ ഒരിക്കലും വേദപുസ്തകത്തിൽ കാണുന്നില്ല. പ്രശ്നങ്ങളുടെ മധ്യേ ഇറങ്ങി വരുന്ന, നിലനിർത്തുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അവൻ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും സമീപസ്ഥനാകുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് കാണാൻ കഴിയും. ആരൊക്കെയാണോ അവനെ വിളിച്ചപേക്ഷിക്കുക, ആരൊക്കെയാണോ അവൻ അന്വേഷിക്കുക, ആരൊക്കെയാണോ അവന്റെ അടുക്കിലേക്ക് വരിക, അവരെയൊക്കെ സ്നേഹിക്കുന്ന, വേർതിരിവില്ലാതെ സ്നേഹിക്കുന്ന, മുഖപക്ഷമില്ലാതെ സ്നേഹിക്കുന്ന, ഫേവറിറ്റിസം ഇല്ലാത്ത ഒരു നല്ല ദൈവത്തെയാണ് കാണാൻ കഴിയുക. അപ്പോസ്തലന്മാർ ഓർത്തുള്ള പുസ്തകം 10-ാമത്തെ അധ്യായം 34 മുതൽ 43 വരെ നാം ഇന്ന് വായിച്ചു കേട്ട പുതിയ നിയമ വേദപാഠ ഭാഗം ദൈവസ്നേഹത്തിന്റെ ആഴം എത്രമാത്രം വലുതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലന്മാരുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പ്രധാനമായും 2 കഥാപാത്രങ്ങളാണ്. ഒന്ന് കൊർന്നല്യോസ് എന്ന് പറയുന്ന വിജാതീയൻ, 100 പട്ടാളക്കാർക്ക് അധിപനായിട്ടുള്ള മനുഷ്യ അധികാരിയാണ്. 100 പട്ടാളക്കാര് താഴെയുണ്ട്. അങ്ങനെ എത്രത്തോളം പദവിയും അധികാരവുമുള്ള ശതാധിപനായ കൊർന്നല്യോസ് യഹൂദനല്ല, വിജാതീയനാണ്. പക്ഷേ ഭക്തനാണ്, നീതിമാനാണ്, വിശുദ്ധനാണ്, ദൈവഭയമുള്ളവനാണ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ ദൈവത്തിന്റെ ഒരു നടത്തിപ്പ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. നീ പത്രോസിനെ വരുത്തണമെന്നാണ് അത് പറയുക. പത്രോസിന്റെ വചനങ്ങൾ 2-ാമത്തെ കഥാപാത്രം പത്രോസ് കർത്താവ് ശക്തനായ അപ്പോസ്തലനാണ്. യെരൂശലേമിലെ തൂണുകളിൽ ഒരുവനാണ് പത്രോസ്. അദ്ദേഹത്തെ വരുത്തണമെന്നുള്ള നിർദ്ദേശം. 2 കഥാപാത്രങ്ങൾ, ഒന്ന് പത്രോസും ഒന്ന് കൊർന്നല്യോസും. കൊർന്നല്യോസിന് ദൈവവചനം കേൾക്കാൻ പത്രോസിനെ തേടി പോകുന്നു. പത്രോസ് വരുന്നു. അത് തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് കാണാൻ കഴിയുക. നാം പുലർത്തേണ്ടുന്ന വിശ്വാസത്തിന്റെ അളവുണ്ട്. നാം ഏത് സമൂഹത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ വിശുദ്ധിയും നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിത മൂല്യങ്ങളുമൊന്നും കളങ്കപ്പെടുത്താൻ പാടില്ല. ആരോട് ഇടപെട്ടാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള അസ്തിത്വവും വ്യക്തിത്വമൊക്കെ നിലനിർത്താനായി സാധിക്കണം. എപ്പോഴും നാം പെരുമാറുന്നവർ, ഇടപെടുന്നവര്, പോകുന്ന ദേശമൊക്കെ വ്യത്യസ്തങ്ങളാകാം. പക്ഷെ അതൊന്നും
പ്രധാനമല്ല, മറിച്ച് അതിന്റെ മധ്യത്തിലും നാം എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, ധാർമ്മികതയിൽ, നീതിബോധത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. വ്യത്യസ്തരായിരിക്കാൻ പരിശ്രമിക്കുക. പത്രോസിന്റെ പ്രസംഗത്തിന്റെ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ട വേദപുസ്തക ഭാഗം. അപ്പോസ്തലരുടെ പുസ്തകം 10-ാം അധ്യായം 34 മുതലുള്ള ഭാഗങ്ങൾ. ഇതുവരെ പത്രോസിന്റെ പ്രസംഗത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് അത് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പ്രഖ്യാപനം, അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആലോചന. ആ ക്രിസ്തു മനുഷ്യജീവിതങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവാണ്. മരിച്ചവരല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന, ഇടപെടുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആലോചനയാണ് പത്രോസ് നൽകുക. 34-ാം വാക്യം. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല. ഇൻ ഗോഡ് there is no favoritism. മുഖപക്ഷമില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവസ്നേഹത്തെ കുറിച്ചാണ് ക്രിസ്തു വെളിപ്പെടുത്തുക. നമുക്കും അങ്ങനെ ഒരു വേർതിരിവ് ആവശ്യമില്ല എന്ന് ക്രിസ്തു പറയുന്നത് നാം കേൾക്കുന്നുണ്ട്. കർത്താവിന് മുഖപക്ഷമില്ല. ക്രിസ്തുവിനെ കുറിച്ച് വളരെ ശക്തമായ പ്രഖ്യാപനങ്ങളാണ് പറയുക. അവൻ എല്ലാവരുടെയും കർത്താവ്. ദൈവത്തിന്റെ പുത്രനായ യേശു എല്ലാവർക്കുമുള്ള, ദൈവത്തിന്റെ പുത്രന്റെ ഭൂമിയിലേക്ക് അയച്ചത് നമുക്ക് എല്ലാവർക്കും വേണ്ടി വീണ്ടെടുക്കാൻ, സ്നേഹിക്കാൻ, കൂടെയിരിക്കാൻ നമുക്ക് നൽകപ്പെട്ട ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനം, ഗ്രേറ്റ് ഗിഫ്റ്റാണ്. ദൈവത്തിന്റെ ഏറ്റവും വിലയേറിയ സമ്മാനമാണ് കർത്താവായ യേശു. ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് ജീവിതത്തിന്റെ നന്മ, അനുഗ്രഹം. കാരണം അതാണ് ദൈവരാജ്യ അനുഭവം. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എല്ലാവർക്കും ദൈവത്തിന്റെ സമ്മാനമാണ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചുള്ള പ്രയോഗമാണ് 38-ാമത്തെ വാക്യത്തിൽ. നസ്രായനായ യേശുവിനെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു, അവനോട് കൂടിയിരുന്നു നന്മ ചെയ്തു. ദൈവം ഒരിക്കലും നമുക്ക് തിന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമല്ല, മറിച്ച് അവൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പലപ്പോൾ തോന്നിപ്പോകും, ഓരോ ദിവസം വാർത്തകൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? അയ്യോ, ഞങ്ങൾക്കിങ്ങനെ സംഭവിക്കാൻ പാടില്ല. ദൈവം ഒരിക്കലും തിന്മ ചെയ്യുന്ന ദൈവമല്ല, മറിച്ച് ദൈവം നന്മയാണ് എപ്പോഴും ആഗ്രഹിക്കുക. ദൈവം നന്മയെ കുറിച്ച് നമുക്ക് നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നാം ദൈവത്തോടു കൂടെയാണോ എന്നുള്ളതൊരു ചോദ്യം. നാം ഏത് പക്ഷത്താണ്? നാം ആരോട് കൂടെയാണ് ആയിരിക്കുന്നത്? അവൻ നമുക്ക് നന്മ തരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ദൈവവുമായി ഒരു സജീവമായ ബന്ധം നമുക്ക് ഉണ്ടാകണമെന്നാണ് പത്രോസ് പറയുക. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായി ഒരു സജീവമായ നിലനിൽക്കുന്ന ബന്ധം. ക്രിസ്തു സകലരുമാണെങ്കിൽ ദൈവത്തെ എല്ലാവരും അറിയണമെന്നും ആ ദൈവസ്നേഹത്തിൽ വസിക്കണമെന്നുമുള്ള ഒരു ആലോചന നമുക്കിവിടെ കാണാൻ കഴിയും. മുഖപക്ഷമില്ലാതെ സ്നേഹിക്കുന്ന, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ധർമ്മേൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ഏറ്റവും വിലയേറിയ ആ വലിയ സമ്മാനത്തെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ദൈവകൃപയിൽ ജീവിക്കുവാൻ, ദൈവവഴിയിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുതന്നെയാണ് ജീവിതത്തിന്റെ നന്മ. കാരണം പ്രതികൂലങ്ങൾ മധ്യ ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ ജനമാണ് നാം എങ്കിൽ, നാം അവനോടുകൂടി ആയിരിക്കുമ്പോൾ അവൻ നമ്മോടുകൂടെയും എപ്പോഴും ആയിരിക്കും.
അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന നല്ല മനുഷ്യരും നല്ല ആത്മീയ ബോധ്യമുള്ളവരുമാകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനുവേണ്ടി ഇന്നും ഇപ്പോഴും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ചേർന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ച്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചത് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലികാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. പെന്തക്കോസ്തിന് ശേഷം 9-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സദ്വാർത്തയുടെ ദൈവമേ, സർവസൃഷ്ടിക്കുമായുള്ള സദ്വാർത്തയെ ഭൂമിയോട് അറിയിച്ച ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് നീ ആകുന്നുവല്ലോ. ദരിദ്രർക്ക് നീതിയും വിശക്കുന്നവർക്ക് ആഹാരവും ബന്ധിതർക്ക് വിമോചനവും അന്ധർക്ക് കാഴ്ചയും അപരർക്ക് സംരക്ഷണവും വിധവയ്ക്ക് അന്തസ്സ് ഉറപ്പാക്കുന്ന നിന്റെ നിത്യവചനത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തണമേ. തന്മൂലം സദ്വാർത്തയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് സ്വീകരിക്കുവാനും ക്രിസ്തുവിലുള്ള സമാധാനത്തെ കുറിച്ച് പ്രഘോഷിക്കുവാനും അതിനായി ജീവിക്കുവാനും സഹായിക്കണമേ. ഞങ്ങളെ സാക്ഷികളായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെയും പ്രഘോഷണത്തിനായി വരപ്പെടുന്ന ക്രിസ്തുവിന്റെയും കർത്താവിന്റെ സാക്ഷിയാകുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തിനു വേണ്ടി നമുക്ക് തമ്പുരാനോട് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധയാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്കു വേണ്ടി നമ്മുടെ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ ആത്മീയഗീതങ്ങളിൽ നിന്നും 26-ാമത്തെ ആത്മീയഗീതം പാടാം. ഭൂവാസികളെ
യഹോവയ്ക്ക് ആർപ്പിടുവൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ ഭരമേൽപ്പിക്കാം. നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. നാഥന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെ നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഏതെല്ലാം ആവശ്യങ്ങൾ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ അവരെയൊക്കെ നാഥ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിലെ കുടുംബങ്ങളെ
അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ ദേവാലയം ദേശത്തിന്റെ രക്ഷാഗോപുരമായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കാം. നാഥന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ദൂരത്തും ചാരത്തുമായി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാം. എല്ലാവരുടെ മേലും നാഥന്റെ കാവലും കരുതലും പരിപാലനം ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ദോഷമൊന്നും കൂടാതെ കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ കാത്തുകൊള്ളണമേ എന്ന് തമ്മിലരുടെ മധ്യസ്ഥത അണിക്കാം. രോഗികളെയും ക്ഷീണിതരെയും ഒക്കെ നാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് സൗഖ്യമേകുവാൻ, ക്ഷീണിതർക്ക് ആശ്വാസമേകാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വാഴ്ത്തപ്പെട്ട കർത്താവാണ് നമ്മുടെ ദൈവം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏത് പ്രതികൂലങ്ങളെയും ഏത് ആവശ്യങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയെ ഓർക്കാം. മഹായിടവക അധ്യക്ഷനെ, മഹായിടവക ഭാരവാഹികളെ, ശുശ്രൂഷകന്മാരെ, ദൈവമക്കളെ നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവരായ ശുശ്രൂഷയിൽ ദൈവകൃപയോടുകൂടി നിൽക്കുവാൻ എന്റെ കുഞ്ഞുങ്ങളെ കർത്താവെ യോഗ്യരാക്കണമേ എന്ന് അപേക്ഷിക്കാം. ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി, ദക്ഷിണേന്ത്യ സഭയുടെ വിശ്വാസ സമൂഹത്തിനു വേണ്ടി തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം നേരിടുന്ന ഒരു പ്രതിസന്ധിയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സകല ഹൃദയങ്ങളെയും ആവശ്യങ്ങളെയും അറിയുന്ന നാഥൻ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു. കർത്താവേ, ലോകത്തോട് കരുണയുണ്ടാകണമേ. കർത്താവ് മഹാമാരിയെ മാറ്റണമേ. ഈ മഹാമാരിയുടെ വ്യാപനത്തെ കുറയ്ക്കണമേ. പ്രതികൂല അതിജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് തമ്പുരാനോട് മധ്യസ്ഥത അണിക്കാം. ഈ നാളുകളിലൊക്കെ കൊറോണ മഹാമാരിക്കെതിരെ പോരാടുന്നു ലോകത്തെല്ലായിടമുള്ള ആരോഗ്യ പ്രവർത്തകരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ ശുശ്രൂഷ പോലും വെറുതെയായി പോകാതിരിക്കുവാൻ സ്വർഗത്തിലെ ശുശ്രൂഷകളിലൂടെ ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും ആരോഗ്യം വർദ്ധിച്ചു വളരുവാൻ നീ കരുണ ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നാഥന്റെ മുൻപാകെ മുട്ടിപ്പായി നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഹൃദയത്തോടെ തെറ്റിപ്പോയുടെ കുറവുകളെ പൊറുക്കണമേ, ഞങ്ങളെ ശിക്ഷയ്ക്ക് ദണ്ഡിപ്പിക്കരുതേ എന്ന തമ്പുരാനോട് നമുക്ക് മധ്യസ്ഥ അണിച്ച് പ്രാർത്ഥിക്കാം. നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ലോകത്തെല്ലാടുമുള്ള കൊറോണ ബാധിതരെ സമർപ്പിക്കും. വലിയ ഭീകരതാവസ്ഥയുണ്ട്. കർത്താവേ, കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലോക നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ചും ഭാരതത്തിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, കേന്ദ്ര ഗവൺമെന്റ്, നമ്മുടെ സംസ്ഥാന ഭരണകൂടങ്ങൾ, ആരോഗ്യ മന്ത്രാലയം, ശുശ്രൂഷക പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണമേ. മാരകമായ രോഗത്തിന്റെ ഭീകരതയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കണമേ നമുക്ക് അപേക്ഷിക്കാം. സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. അയൽ രാജ്യങ്ങളെ, അയലായി തമ്മിലുള്ള തർക്കങ്ങളൊക്കെ മാറി സമാധാനം ഉണ്ടാകാൻ, സന്തോഷമുണ്ടാകാൻ സ്വർഗീയ നല്ല പിതാവെ കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. അഡ്മിഷൻ കാത്തിരിക്കുന്ന മക്കളെ ഓർക്കാം. ആവശ്യങ്ങളൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ പ്രിയപ്പെട്ടവരെയും, അവരുടെ ആവശ്യങ്ങളെയും, അവർ താമസിക്കുന്ന ഭവനത്തിന്റെ ചുറ്റുപാടുകളൊക്കെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളെ കഴുകി മുദ്രയിട്ട് ദോഷം അടുത്തുകൂടാതെ അവർക്ക് നികാവലും കോട്ടയും അഭയവുമാകണമേ. ദൈവാശ്രയത്തിൽ, ദൈവഭയത്തിൽ, ദൈവിക വിശുദ്ധിയിൽ ദൈവമേ നിന്റെ വഴി വിട്ടുമാറാതെ ജീവിക്കുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും നാഥ നിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മുഖപക്ഷമില്ലാതെ സ്നേഹിക്കുന്ന കർത്താവേ, ദേശത്തെ നീ സൗഖ്യമാക്കുകയും ദേശത്തിന് മേൽ നിന്റെ ആത്മാവിനെ പകരുകയും നീ വീണ്ടെടുക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ നീ സ്വീകരിക്കണമേ. ദൈവാത്മാവ് ഞങ്ങളിൽ നിറയ്ക്കണമേ. ലോകം അഭിമുഖീകരിക്കുന്ന ഈ
ഈ മാരകമായ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇതിന്റെ മരണകരമായ ശക്തി ജയിക്കുവാൻ ജയാളിയായ കർത്താവേ, മരണത്തെ ജയിച്ച കർത്താവേ, ഈ ലോകത്തോട് കരുണയുണ്ടാകണമേ. ഈ ലോകത്തിന്റെ കുറവുകളെ ചുമന്നഴിച്ചവനെ, ലോകത്തിന്റെ പാപങ്ങളെ കണക്കെടുക്കരുത്. ഞങ്ങളുടെ മനസ്സിലുണ്ടായി നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച ലോകത്തിന്റെ മഹാമാരിയിൽ നിന്ന്, മാരകമായ വിപത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. നിന്റെ സൗഖ്യദായ ശുശ്രൂഷയുടെ ഏജന്മാരെ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർമാർക്കായി, നഴ്സുമാർക്കായി, ആരോഗ്യ ശുശ്രൂഷകർക്കായി സ്തോത്രം കരയിക്കുന്നു. മക്കളെ നാഥൻ അനുഗ്രഹിക്കണമേ. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായി വരുവാൻ കാൽവരി യാഗമായ കർത്താവേ, ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്ന ഞങ്ങളുടെ നൊമ്പരങ്ങളെ ചുമന്നൊഴിച്ച് ഞങ്ങൾ വിടുതലയക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുനാമത്തിൽ ഞങ്ങളെ ജയിപ്പിക്കണമേ. യേശുക്രിസ്തു ഞങ്ങൾക്ക് ജയം തരണമേ, ഞങ്ങൾ സൗഖ്യമാക്കണമേ. നാഥാ, നിന്റെ കരങ്ങളിലേക്ക് ആരാധന പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ പ്രിയപ്പെട്ടവരെയും പേര് പേരെടുപ്പിക്കുക. എവിടെയായാലും ഏതവസ്ഥയിലായാലും എന്റെ കുഞ്ഞുങ്ങൾ കരുണയുണ്ടായി രക്തത്തിൽ അവിടെ കഴിയുമുദ്രയിട്ട് ദോഷം കൂടാതെ കരുതണമേ. നാഥന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് പരിമേൽപ്പിക്കുന്നു. കർത്താവേ, നീ കാവലും കോട്ടയും അഭയവും ആശ്വാസം അനുഗ്രഹവും സൗഖ്യവുമാകണമേ. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. മഹത്വം ആർക്കപ്പെട്ട കുഞ്ഞാടിന് വരുന്നു. നസറായനായ യേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ നമുക്ക് ദൈവത്തെ ഒന്നിച്ചു വരാനോ തമ്മിൽ കാണാനോ സാധിക്കുന്നില്ല. ഒരു സങ്കടകരമായ അവസ്ഥയാണത്. ഇത്രത്തോളം യഹോവ നമ്മെ നടത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ സഭയുടെ ആവശ്യങ്ങളൊക്കെയും എല്ലാവർക്കും അറിയാമല്ലോ. മുൻകാലങ്ങളൊക്കെയും ദൈവമക്കളുടെ അഭേദവുമായ കൈത്താങ്ങലും ദാനധർമ്മങ്ങളും ഒക്കെയാണ് സഭയെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ നാളുകളിൽ നമുക്ക് ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും സഭയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഭയുടെ എല്ലാ വിധത്തിലുള്ള കൈത്താങ്ങം നൽകി ശുശ്രൂഷകളെ ബലപ്പെടുത്തണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആത്മീയമായി ശുശ്രൂഷയും പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുക. ഭൗതികമായ ആവശ്യങ്ങളെ മനസ്സിലാക്കുകയും സഭയുടെ ആവശ്യങ്ങളിലേക്ക് ദൈവമക്കളുടെ അകമഴിഞ്ഞ് സഹായ സഹകരണം നൽകി അതിനെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഒരു ക്ലാസ് ടെസ്റ്റ് ഓഗസ്റ്റ് മാസം 2-ാം ഞായറാഴ്ച, അതായത് 9-ാം തീയതി 11:30 മുതൽ 12 മണി വരെ നടത്തപ്പെടുന്നു. 11:30 മുതൽ 12 മണി വരെ സൺഡേ സ്കൂളിന്റെ ആദ്യത്തെ 5 പാഠങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുക, മാതാപിതാക്കളും പഠിപ്പിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതാത് ക്ലാസ് ടീച്ചേഴ്സിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും നന്നായിട്ട് മക്കളെ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് ഇരുത്തുകയും ചെയ്യണമേ എന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഒരു ഗാനം പാടുമ്പോൾ 412-ാമത്തെ ഗീതം പാടും. നമ്മുടെ ആത്മ സമർപ്പണ പ്രതീകമായ ദാനങ്ങളെ നമുക്ക് വേർതിരിച്ച് മാറ്റിവെക്കാം. ദേവാലയത്തിലേക്ക് ദൈവനാമത്തിന്റെ ഘോഷിക്ക് വേണ്ടി 412-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. Sangeetam, Envela
നാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവും ഉറവിടവുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിന്റെ മക്കളുടെ ദാനങ്ങളെ നീ സ്വീകരിക്കുകയും അതിനെ നീ വാഴ്ത്തുകയും ചെയ്യണമേ. അർപ്പിച്ച നിന്റെ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളും തലമുറകളും കർത്താവിന്റെയും വാഴ്ത്തണമേ. നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ മുടങ്ങിപ്പോകാതെ കാലാകാലങ്ങളിൽ അവർക്ക് ആവശ്യ നന്മകളെ സ്വർഗീയ അനുഗ്രഹമാക്കി നീ കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും കുടുംബങ്ങളെയും ഒന്നും ലോകത്തിൽ സമാധാനത്തോടും സമൃദ്ധിയോടും ക്ഷേമത്തോടും കാത്തുകൊള്ളണമേ. നന്മകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറന്നുപോകാതെ ദൈവത്തിന്റെ കൃപ നിലനിൽക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ നീ കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദമെന്ന മുദ്ര ഏറ്റുകൊള്ളുവേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രികദൈവത്തിന്റെ കൃപകളും വാഴ്വുകളും നാം എല്ലാവരോടുകൂടി സകല ലോകത്തിന്റെ സൗഖ്യത്തോടുകൂടി ഇന്നലെ എന്നതുപോലെ ഇന്നുമെല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ശുശ്രൂഷയുടെ മംഗളഗാനമായി ഡോക്സോളജി 10 നമുക്ക് പാടാം. ഡോക്സോളജി 10. So